ഒടുവിലുള്ള വികസനത്തിന്റെ പ്രതീക്ഷകളാണ് ഇല്ലാതെയാകുന്നത് എന്ന് മനസ്സിലാക്കാൻ ബാധ്യതയുണ്ടെന്ന രക്ഷപ്പെടലിന് വേണ്ടി ഈ തലമുറയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആവതൊക്കെ ചെയ്തു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാക്കാൻ പോകുന്ന വരുന്ന 6 മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ, അത് പഞ്ചായത്തിലേക്കാവട്ടെ നിയമസഭയിലേക്കാവട്ടെ, നിങ്ങൾക്ക് വിനിയോഗിക്കാനുള്ള വോട്ടിന്റെ വിലയെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുന്ന ഒരു നല്ല നാളെയെ പ്രതീക്ഷിച്ച് ഈ നാട് നിങ്ങളെ വിശ്വസിക്കുന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തലിന്റെ ഒരു വേദി കൂടിയാണ് ഈ വികസന സദസ്സ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പഞ്ചായത്തിന്റെ എഞ്ചിൻ മാത്രമല്ല, സർക്കാരിന്റെ എഞ്ചിനും കൂടി ചേർന്ന് അതൊരു ഡബിൾ എഞ്ചിനാകുന്ന സമയത്ത് അത് എങ്ങനെയാണ് മാറഞ്ചേരിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, പൊന്നാനിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, മലപ്പുറം ജില്ലയ്ക്ക് ആകമാനം മാറ്റങ്ങൾ കൊണ്ടുവന്നത്, ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു തുരുത്തിന് എങ്ങനെയാണ് നമ്പർ 1 എന്നുള്ള സ്റ്റാറ്റസിലേക്ക് എത്താൻ, അത് കേരളം എന്നുള്ളത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല, ലോകത്തെ എവിടെയൊക്കെ ആളുകൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരുകളെ തെരഞ്ഞെടുക്കുന്നുവോ അവിടുത്തെ സർക്കാരുകളുമായി, അവിടുത്തെ ജീവിത നിലവാരവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പോലും ഏറ്റവും മികച്ചതിലേക്ക് വളരുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും സാധ്യതകള് അടുത്ത തലമുറയ്ക്കും കൂടി അവർക്കും കൂടി ഉപകാരപ്പെടുന്ന വിധത്തിൽ, അവർ സ്വപ്നം കാണുന്ന വിധത്തിലേക്ക് നാടിനെ മാറ്റിയെടുക്കാനുള്ള വലിയൊരു കമ്മിറ്റ്മെന്റിന്റെ പേര് കൂടിയാണ് നവകേരളമെന്നും അത് ഉണ്ടാക്കിയെടുക്കാൻ അതിവിടെ സാധിക്കും എന്നുള്ളതിന്റെ ബോധത്തിലേക്ക് അത് 1-2 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതോ 5 വർഷം കൊണ്ട് തീർപ്പാക്കാവുന്നതോ അല്ല. പകരം 2056 കേരളത്തിന് 100 വയസ്സ് കഴിയുമ്പോൾ 1956 നവംബർ 1 ജനിച്ച കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന് 2056 നവംബർ 1 100 വയസ്സ് കഴിയുമ്പോൾ ഈ നാട് എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് അടുത്ത 30 വർഷം കൊണ്ട് ഈ നാടിനെ ലോകത്തിന്റെ ഏറ്റവും മികച്ച പ്രദേശമാക്കി മാറ്റുന്നതിനുള്ള ആ കാഴ്ചപ്പാടുകൾ ഈ പഞ്ചായത്തിന് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതിന്റെ വിലയിരുത്തൽ കൂടിയാണ് ഈ വികസന വ്യവസ്ഥ. എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് നിങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ട് തന്നെ അടുത്ത ഭരണസമിതി അധികാരത്തിലേക്കുമ്പോൾ അതിന് ഒരു തുടർച്ചയുണ്ടാകുന്ന വിധം നമുക്കതിനെ ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വികസന സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.